സ്നേഹമുള്ളവരെ, മുത്തശ്ശി കഥകളിലൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് അനുഗ്രഹത്തെപ്പറ്റിയും ശാപങ്ങളെപ്പറ്റിയും. അനുഗ്രഹം ലഭിച്ചവർ സന്തോഷത്തിൽ ജീവിക്കുന്നു, എന്നാൽ ശാപം ലഭിക്കുന്നവർക്ക് അവരുടെ ജീവിത അനുഭവങ്ങൾ അത്ര സുന്ദരമല്ല. അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹപ്രദമായ ബന്ധങ്ങൾ, ജീവിത അവസരങ്ങൾ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. അനുഗ്രഹം അല്ലെങ്കിൽ ശാപം അതൊക്കെ ഇങ്ങനെ ചില കഥകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന, കഥകളിൽ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ? അതോ അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ബാധിക്കുന്നുണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ഈ അനുഗ്രഹവും ശാപവും എങ്ങനെയാണ് ബാധകമാകുന്നത്? അവയുടെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടോ അല്ലാതെയോ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ദൈവത്തെ ഈ ഒരു സാഹചര്യവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ദൈവം അനുഗ്രഹവും ശാപവും വർഷിക്കുന്ന ഒരാളാണോ? ദൈവം നമ്മെ ശപിക്കുവാനിരിക്കുന്ന ഒരാളാണോ? ഇങ്ങനെയുള്ള വളരെ പ്രശ്നം പിടിച്ച ചിന്തകൾ നമ്മിൽ പലർക്കുമുണ്ട്. ബൈബിളിൽ ഇതിനെ അനുകൂലിക്കുന്നതും ഇതിനെ പ്രതികൂലിക്കുന്നതുമായിട്ടുള്ള, ഇതിനെ നിരസിക്കുന്നതുമായിട്ടുള്ള അവസരങ്ങൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ആ രീതിയിൽ നമുക്ക് ചില ഭാഗങ്ങളെ വിശദീകരിക്കുവാനായിട്ട്, വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്ടരുടെ വഴിയിൽ നടക്കാത്തവൻ ഭാഗ്യവാൻ, അനുഗ്രഹീതൻ. ഇന്നത്തെ വായനയിലും നമ്മൾ അതുതന്നെയാണ് കേൾക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവൻ ജലത്തിന് അരികെ, ജലാശയത്തിന് അരികെ വളരുന്ന മരം പോലെയാണ്. ഇങ്ങനെയുള്ള നിരവധി സൂചനകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അത്ര അനുഗ്രഹീതമല്ലാത്ത ജീവിതങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യരെയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെയും ശാപത്തിൻ്റെയും ചിന്തകൾ നമ്മുടെ വിശ്വാസവുമായിട്ട് നമ്മൾ വളരെ ശക്തമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. സുവിശേഷത്തിലും നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. യേശു മനുഷ്യരെ അനുഗ്രഹീതരെന്ന് വിളിക്കുകയാണ്. പക്ഷേ ആരാണ് ഈ അനുഗ്രഹീതർ? ആരെയാണ് യേശു അഭിസംബോധന ചെയ്യുന്നത്? അത് പാവപ്പെട്ടവരെയാണ്. അത് വേദനയും സങ്കടവും അനുഭവിക്കുന്നവരെയാണ്. അത് ശാന്തശീലരെയാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരെയാണ്. അതായത് അതുവരെ പ്രതീക്ഷിക്കാത്ത, ഈ അനുഗ്രഹം പ്രതീക്ഷിക്കാത്ത മനുഷ്യരോട്, അങ്ങനെയുള്ള മേഖലകളിലാണ് യേശു തൻ്റെ അനുഗ്രഹ വാക്കുകൾ ചൊരിയുന്നത്. സാധാരണഗതിയിൽ ശപിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ദൈവാനുഭവം ഇല്ലാത്തവർ യേശുവിൻ്റെ കണ്ണിൽ അനുഗ്രഹീതരായിട്ട് മാറുകയാണ്. യേശു അവരെ ശപിക്കുന്നില്ല. അതാണ് സുവിശേഷം, സദ്വാർത്ത, യേശു നൽകുന്ന സദ്വാർത്ത. എന്നാൽ ഒപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് ദുരിതം എന്നുള്ള പ്രയോഗം. എന്തുകൊണ്ടാണ് പക്ഷേ യേശു ഈ വാക്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവഴി അതിൻ്റെ എതിർവശം, അനുഗ്രഹത്തിൻ്റെ വശം യേശു ശക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. അത് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ അനുഗ്രഹവും ശാപവും അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്? മറ്റുള്ളവർക്ക് എങ്ങനെ നമുക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ സാധിക്കും? അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രവൃത്തികളും വാക്കുകളുമൊക്കെ മറ്റുള്ളവർക്ക് എപ്പോഴെങ്കിലും ശാപമായിട്ട്, അനുഗ്രഹപ്രധാനമല്ലാത്തതായിട്ട് മാറുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ പല അവസ്ഥകളിൽ നന്മ ചെയ്യുവാനും നമുക്ക് സാധ്യതകളുണ്ട്. എന്നാൽ തെറ്റായിട്ടുള്ള, മോശമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും മൂലം മറ്റൊരു രീതിയിലേക്ക് നമ്മൾ പോകുവാനും സാധ്യതയുണ്ട്. ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയുമൊക്കെ നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, അവൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു പറയുന്നു, നമ്മുടെ അപ്രതീക്ഷിതമായിട്ടുള്ള
ജീവിത അനുഭവങ്ങളിൽ, അപ്രതീക്ഷിതമായിട്ടുള്ള അവസ്ഥകളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നമുക്ക് സാധ്യതകളുണ്ട്. അവൻ അവയെ തടയുന്നില്ല. ജോബിൻ്റെ ജീവിതാനുഭവവും നമ്മൾ കാണുന്നുണ്ട്. നീതിമാനായിരുന്നു, ദൈവത്തിൻ്റെ വഴിയിൽ നടന്നവനാണ്. എന്നിട്ടും അയാൾക്ക് ഒത്തിരി സഹിക്കേണ്ടി വരുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ, ഭാര്യയുടെയും കൂട്ടുകാരുടെ മുമ്പിൽ ശാപമായിരുന്നു അത്. എങ്കിലും ജോബ് തൻ്റെ വിശ്വാസത്തിൽ, ദൈവ ചിന്തയിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അടിയുറച്ചു നിന്നു, ശക്തമായിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ മോശമായിട്ടുള്ള അനുഭവങ്ങളെ ദൈവം അനുഗ്രഹമായിട്ട് മാറ്റുക. സ്നേഹമുള്ളവരെ, ജോബിനെ പോലെ ശക്തമായിട്ടുള്ള വിശ്വാസ അടിത്തറയിൽ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രത്യേകിച്ച് പ്രതിസന്ധികൾ വരുമ്പോൾ. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാനും നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മളും ദൈവത്തിൻ്റെ സുവിശേഷമായിട്ട് മാറും, അനുഗ്രഹീതരായിട്ട് മാറും. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.